പരിപാടിയാണ്. നമ്മളൊരു RC വണ്ടി റെസ്റ്റോറേഷൻ ചെയ്യണം. അപ്പോൾ വണ്ടി ഉണ്ട്. വണ്ടി നമ്മൾ വെച്ചിരിക്കണത് ഇതിൻ്റെ മുകളിലാട്ടോ. ഞാനത് അതിൻ്റെ മുകളിൽ കയറട്ടെ. അതായത് വണ്ടി നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് അമ്മല് കൊടുക്കുന്നതാണ്. കൊടുന്ന് നമ്മളിനി റെസ്റ്റോറേഷൻ ചെയ്യണം. അപ്പോൾ നേരെ ഇതിൻ്റെ മുകളിൽ കയറട്ടെ. ഓക്കെ, സെറ്റ്. അയ്യോ, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അത് ഫോട്ടോ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ പെയിൻ്റ് കേട്ടോ, ബ്ലാക്ക് കാണുന്ന ഇവിടെ പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്ത് വേണം, ഒക്കെ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഇതിൽ വെച്ചാണ് നമുക്കിത് റീസ്റ്റോറേഷൻ ചെയ്യാം. ഇനി ഇത് ആദ്യം അടിയിൽ ഇറക്കണം. വൈസ് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓരോരോ പാർട്ടായിട്ട് ഓരോ സാധനങ്ങളായിട്ട് മാറ്റിക്കണം കേട്ടോ. അപ്പം നേരെ നമുക്ക് തുടങ്ങാം. വൈസ് ഇതൊക്കെ ഒരു ധൈര്യം റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് തുടങ്ങണം. ഇവിടെ പാട്ട് ഇട്ട് വെച്ചിരിക്കണം. ഇതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങണം. അതേമാതിരി പൊടി ഉണ്ടായിരുന്നു, പൊടി വല്ല കുഴപ്പമില്ല വാങ്ങണം, അതല്ല. നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. നേരെ നമ്മളെ സ്റ്റാൻഡ് റെഡിയാക്കണം. അത് നമ്മൾ അതിൻ്റെ വാക്കിങ് കിട്ടി. അപ്പോൾ ഒക്കെ സെറ്റ്. നമ്മളെ വണ്ടീൻ്റെ വർക്ക് ഏകദേശം കഴിയാനായിരിക്കണം. ഇത് ഷോക്ക് അബ്സർവർ ഉണ്ട്. ഇവിടുത്തെ ഷോക്ക് അബ്സർവറുള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ കാണാതായിരിക്കണം. നമ്മളത്തൊന്നും ഇല്ലത് അവിടെ നിന്ന് തന്നെ തന്നപ്പോൾ കാണാതായിരിക്കണം. ബാക്കത്തിന് എനിക്ക് മനസ്സിലുണ്ട്. ബാക്കിൽ എന്താ വർക്കിംഗ് ആണോ ആണല്ലേ. ഇനി ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു 4-5 സ്ക്രൂ മടി ഉണ്ട് കേട്ടോ. ഇവിടെ ടയർ വെച്ചാണ് സെറ്റാക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഇനി ടയർ ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ടയർ കയറിയണത്. അടിപൊളി ക്വാളിറ്റി ടയറാണ്. 42 VH. അതെന്തൊക്കെ എഴുതിക്കണത് ഒന്നും അറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടയർ നമുക്ക് ഇത് അങ്ങോട്ടാ എങ്ങനെ ഇപ്പോൾ ഇത് അങ്ങനെയാണ് ഗൈസ്. നമ്മളെ വണ്ടിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. അടിപൊളിയായിട്ട് പണി കഴിഞ്ഞിരിക്കണേ. ചില സ്ക്രൂ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കണേ. അതൊന്നും കുഴപ്പമില്ല. അടിപൊളി ഷോക്ക് അബ്സർവറുണ്ട്, ബാക്കിലുണ്ട്. ബാക്കിലത്തെ ടയറൊന്ന് വീൽ നമുക്ക് പുറത്ത് കെട്ടിയുണ്ട്, അങ്ങനെ ആക്കി വെച്ചിട്ടോ. ഫ്രണ്ട് അങ്ങനെയല്ല. അപ്പോൾ ഈ വണ്ടി ഇനി എടുത്തേക്കട്ടെ.